നമ്മുടെ സോണിയാഗാന്ധി, മകൻ രാഹുൽ ഗാന്ധി, മകൾ പ്രിയങ്ക ഗാന്ധി, മരുമകൻ റോബർട്ട് വാദ്ര എല്ലാവരും അഴിമതി ആരോപണത്തിന്റെ നിഴലിലാണ് ഇ ഡി അന്വേഷണം ഒക്കെ നടക്കുന്നുണ്ട്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും ഒരു സമയത്ത് പൊളിറ്റിക്സിൽ കാര്യമായി ശ്രദ്ധിച്ചപ്പോൾ ഇവർക്ക് വേണ്ടി വലിയ ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തിക്കൊണ്ടിരിക്കുന്ന തിരക്കിലായിരുന്നു മരുമകൻ റോബർട്ട് വാദ്ര. റോബർട്ട് വാദ്ര ഇപ്പോഴിതാ രാഷ്ട്രീയ ജീവിതം സജീവമാക്കാൻ ഒരുങ്ങുകയാണ്. റോബർട്ട് വാദ്ര എന്ന് പറയുന്ന വ്യക്തി സ്വന്തം അയാളുടെ അച്ഛൻ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുന്നു. സഹോദരി ഒരു കാർ അപകടത്തിൽ മരിക്കുന്നു. സഹോദരനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുന്നു. അങ്ങനെ അയാളുടെ കുടുംബത്തിലെ എല്ലാവരും ആരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. എല്ലാവരും മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു. ഇതിന്റെയൊക്കെ പിന്നിൽ റോബർട്ട് വാദ്രയാണെന്നുള്ള ഒരു വാർത്തകളും അല്ലെങ്കിൽ അഭ്യൂഹങ്ങളും ഒക്കെ പുറത്തു വന്നിരുന്നു. എന്റെ ചോദ്യം, പ്രശാന്ത് സാർ, ഗാന്ധി കുടുംബത്തിന് പുറത്തു നിന്നുള്ള, എന്നാൽ സോണിയാഗാന്ധിയുടെ മരുമകൻ കൂടിയായ റോബർട്ട് വാദ്ര ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ കളത്തിൽ നിറയുമ്പോൾ ആരാണ് അയാൾ ശരിക്കും? ശരിക്കും പറഞ്ഞാൽ ആ ചോദ്യം ആർക്കും അറിയാൻ വയ്യാത്ത ഒരു ചോദ്യത്തിലേക്കാണ് വരുന്നത്. റോബർട്ട് വാദ്ര എന്ന് പറയുന്ന ഒരു മരുമകനെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇത്തരത്തിൽ ഒരു മരുമകൻ ഉണ്ടാകേണ്ട ഒരു കുടുംബമല്ല നെഹ്റു കുടുംബം. അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള ഒരാൾ ഒരിക്കലും പ്രിയങ്ക ഗാന്ധിയെ കല്യാണം കഴിക്കുന്നു അല്ലെങ്കിൽ കല്യാണം കഴിച്ചത് എങ്ങനെ എന്ന് പോലും നമ്മൾ പുറകോട്ട് പരിശോധിക്കുമ്പോൾ, വാദ്രയുടെ കുടുംബ പശ്ചാത്തലം പരിശോധിക്കുമ്പോഴൊക്കെ നമുക്ക് ആശ്ചര്യം തോന്നുന്നത്. പല ഘട്ടങ്ങളിൽ പറഞ്ഞു ഇയാള് അവരുടെ ജിം ട്രെയിനർ ആയിരുന്നു പറയുന്നു, കൂടെ പഠിച്ചിരുന്നു എന്ന് പറയുന്നു. ഇവരെ കല്യാണം കഴിക്കുന്നതിന് ഒരു 1-1.5 മാസം ഏതോ ഒരു ഫംഗ്ഷനിൽ പരിചയപ്പെട്ടതാണെന്ന് പറയുന്നു. അപ്പൊ ഇതിനൊന്നും ഒരു വ്യക്തതയില്ല. അപ്പം എന്ത് കാരണം കൊണ്ട് റോബർട്ട് വാദ്ര, കാരണം ഇത്രയും സെക്യൂരിറ്റി അറ്റാച്ച്മെന്റ് ഒക്കെ ഉള്ള ഒരു കുടുംബം, അല്ലെങ്കിൽ അവരുടെ ഒരു ഫോൺ കോൾ പോലും ഇന്റലിജൻസും അല്ലെങ്കിൽ രഹസ്യാന്വേഷണ വിഭാഗങ്ങളും ഒക്കെ പരിശോധിക്കുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഒരു പെൺകുട്ടിയെ എവിടെ നിന്നെങ്കിലും പരിചയപ്പെട്ട് അല്ലെങ്കിൽ സൗഹൃദം സ്ഥാപിച്ച് കല്യാണം കഴിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഫാമിലിയോ അത്തരത്തിലുള്ള ഒരു സ്റ്റാറ്റസിൽ നിൽക്കുന്ന ആൾക്കാരും ഒന്നും അല്ലല്ലോ ഇവര്. അപ്പൊ എന്തായാലും 1997 ഈ റോബർട്ട് വാദ്ര ഈ പറയുന്ന പ്രിയങ്ക ഗാന്ധിയെ കല്യാണം കഴിക്കുന്നു. അപ്പൊ കല്യാണം കഴിച്ചതിന് ശേഷം അന്ന് ഈ റോബർട്ട് വാദ്ര എന്ന് പറയുന്ന ആൾ കല്യാണം കഴിച്ചതിന് ശേഷം അന്നേ ചർച്ച ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. പിന്നെ അവരുടെ കുടുംബമായതുകൊണ്ട് മാന്യന്മാരായിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് ഇതിന്റെ പുറകിലൊന്നും ആരും പോയിട്ടില്ലെന്നേ ഉള്ളൂ. അത് നമ്മുടെ ഇപ്പോഴത്തെ പഞ്ചായത്ത് മന്ത്രി രാജേഷ് ലോക്സഭാ അംഗമാണ്. അദ്ദേഹം ഡിവൈഎഫ്ഐയുടെ അന്നത്തെ കാലത്ത് ഡിവൈഎഫ്ഐയുടെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു നേതാവാണ്. അപ്പൊ ഈ കോൺഗ്രസുമായിട്ടുള്ള പല ചർച്ചകൾക്കകത്ത് റോബർട്ട് വാദ്രയുടെ പേര് പാർലമെന്റിൽ വരികയും അദ്ദേഹം വിവരാവകാശം വെച്ചിട്ട് ഇദ്ദേഹത്തിന്റെ ആസ്തി എടുക്കുകയും അന്ന് ആ കല്യാണം കഴിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് പാർലമെന്റ് രേഖയാണ്, ഇദ്ദേഹത്തിന് 15 ലക്ഷം രൂപയുടെ ആസ്തി മാത്രമാണ് ഉള്ളത്. ഈ റോബർട്ട് വാദ്ര ഇന്ന് ഏതാണ്ട് 17,250 കോടി രൂപ ആസ്തിയുള്ള ആളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് എന്തു സംഭവിക്കുന്നു? അപ്പൊ ഇദ്ദേഹത്തിന്റെ പേരിൽ കഴിഞ്ഞ ദിവസം ED ഒരു കേസിന് ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ധാരാളം കേസുകളുണ്ട്, അതിന്റെ ഡീറ്റെയിൽസ് നമുക്കിപ്പം പ്രേക്ഷകർക്ക് എടുത്ത് പറയാം. ED ഹരിയാനയിലെ ഒരു കേസിനകത്ത് മാത്രം ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥ. അതൊരു 12 കോടി രൂപയ്ക്ക് ഒരു വസ്തു മേടിച്ചിട്ട് അവിടുത്തെ അന്ന് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ മുഖ്യമന്ത്രിയുടെ സഹായത്തോടെ ഗവൺമെന്റിന്റെ സഹായത്തോടെ ഒരു ഭൂമി തട്ടിപ്പ്, അതൊരു 50 കോടി രൂപയ്ക്ക് വിറ്റു. അതിനകത്ത് കള്ളപ്പണ ഇടപാട് നടന്നു പറഞ്ഞിട്ടുള്ള ഒരു കേസിനാണ് അന്ന് ചോദ്യം ചെയ്തത്. അന്ന് ഇദ്ദേഹം വെളിയിൽ വന്ന് പറഞ്ഞത്, ഞാൻ BJP-ക്കാരനായിരുന്നെങ്കിൽ എനിക്കിത് സംഭവിക്കത്തില്ലായിരുന്നു എന്നാണ്. അപ്പൊ 2013 മുമ്പ് ഉണ്ടായിട്ടുള്ള കേസുകളായതൊക്കെ ഇദ്ദേഹം 1997 തൊട്ട് 2013, അതായത് മൻമോഹൻ സിംഗിന്റെ ഭരണത്തിന്റെ അവസാനം വരെ ഈ ഇന്ത്യയിലുടനീളം പല സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഗവൺമെന്റുകൾ ഉണ്ടാവുക, ആ ഗവൺമെന്റുകളെ ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തിയ കേസുകളാണ് ഈ ഇദ്ദേഹത്തിന്റെ പേരിലുള്ള ധാരാളം കേസുകളുണ്ട്. എന്ന് വെച്ചാൽ 1, 2, 3 കേസുകളല്ല. ഈ കേസുകൾക്കൊക്കെ ജാമ്യം എടുത്ത് നിൽക്കുകയും അല്ലെങ്കിൽ ഈ കേസുകൾക്ക് ഈ ഉദ്യോഗസ്ഥന്മാർ വിളിപ്പിക്കുമ്പോൾ ഈ കോൺഗ്രസ്സുകാരെന്ന് പറയുന്ന പോഴന്മാർ, അവരെ അങ്ങനെ വിളിക്കാൻ പറ്റും, അവര് ഇതിനകത്ത് ED-ക്കെതിരെയും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും ഒക്കെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രതിഷേധ യോഗങ്ങളും പ്രകടനവും നടത്തി നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. ഇപ്പം സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ ഒക്കെ കുറ്റപത്രം കൊടുത്തതിന് ശേഷം ഇപ്പം രാജ്യവ്യാപകമായിട്ട് ഇത്തരം പ്രതിഷേധത്തിന് പോവുകയാണ്. കാരണം കോൺഗ്രസിന്റെ കുടുംബത്തിനകത്ത് കോൺഗ്രസിന്റെ സ്വത്ത് തട്ടിയെടുത്ത കേസാ. 5,000 കോടി രൂപയുടെ അഴിമതി കേസിന്റെ കുറ്റപത്രമാണ്. ഇപ്പൊ അത് പോട്ടെ, നമുക്ക് ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആളിന്റെ
അല്ല, രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആളല്ല, ഈ റോബർട്ട് വാദ്ര എന്ന് പറയുന്ന ആളിന്റെ ഡീറ്റെയിൽസ് പരിശോധിക്കുമ്പോൾ ഇദ്ദേഹം 97 വിവാഹം കഴിച്ചതിന് ശേഷം ഏതാണ്ട് അന്ന് ഈ പിച്ചള കച്ചവടക്കാരനാണ് അച്ഛൻ. അപ്പം ഇദ്ദേഹത്തിനും പിത്തള കച്ചവടത്തിന്റെ പരിപാടിയാണ് ഉണ്ടായിരുന്നത്. അപ്പം ഈ ഈ നീതു പറഞ്ഞതുപോലെ 2001 ഇദ്ദേഹത്തിന്റെ ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവരൊരു വാഹനാപകടത്തിൽ മരിക്കുകയാണ്, മിഷേൽ വാദ്ര, രാജസ്ഥാനിൽ വെച്ച്. അതിനുശേഷം 2003 സഹോദരൻ റിച്ചാർഡ് വാദ്ര ഹോട്ടൽ മുറിയിൽ മരിക്കുന്നു. അതും ദുരൂഹമാണ് ആ മരണം. ഈ പറയുന്ന പോലെ അതിനുശേഷം 2009 പിതാവ് രാജേന്ദ്ര വാദ്ര ന്യൂഡൽഹിയിലെ ഒരു ഗസ്റ്റ് ഹൗസിൽ വെച്ച് മരിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ കഴുത്തിൽ അന്ന് ഇരുമ്പ് ചരടും ഒക്കെ ഉണ്ടായിരുന്നു. ആ മരണവും ദുരൂഹമാണ്. ഇതൊക്കെ തേച്ച് മായ്ച്ച് കളയുന്ന ഒരവസ്ഥയുണ്ട്. ഈ 3 മരണങ്ങളും ദുരൂഹമാണ്. അപ്പൊ 2001 സഹോദരിമായി 2001 ഇദ്ദേഹം ഒരു പത്രക്കുറിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്റെ കുടുംബവുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അതിന് കാരണം പറയുന്നതെന്ന് പറഞ്ഞാൽ പ്രിയങ്ക ഗാന്ധിയെ ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം പ്രിയങ്ക ഗാന്ധിയുടെ പേരിൽ എന്റെ കുടുംബം, അതായത് ഇയാളുടെ കുടുംബത്തിനകത്ത് സഹോദരിയും അല്ലെങ്കിൽ സഹോദരനും അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടല്ലോ, ആ കുടുംബം പല രീതിയിൽ കാര്യങ്ങൾ നടത്തി കൊടുക്കാം. അത് അഡ്മിഷന്റെ കാര്യത്തിലായിരിക്കും, MLA സീറ്റിന്റെ കാര്യത്തിലായാലും MP സീറ്റിന്റെ കാര്യത്തിലായാലും ഒക്കെ ആൾക്കാരെ സ്വാധീനിച്ച് പണം തട്ടുന്ന ഒരവസ്ഥ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അവരെ എന്റെ അല്ലെങ്കിൽ കുടുംബത്തിന്റെ ഭാഗമല്ലാതാക്കുന്നു എന്ന് പത്രപരസ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു റോബർട്ട് വാദ്ര. അപ്പം ഇതിന് 97 പിച്ചള കച്ചവടക്കാരൻ. അപ്പം 2007 ഇത് കച്ചവടം മെച്ചപ്പെടുത്തി, പിന്നെ ഫാക്ഷൻ ആക്സസറികൾ കൈകാര്യം ചെയ്യുന്നു, പിന്നെ ഹോസ്പിറ്റലൈസം, റിയൽ എസ്റ്റേറ്റ് ഒക്കെ ഇയാള് നടത്തുന്ന ബിസിനസ്സുകളാണ്. അപ്പൊ അതിനകത്ത് 2007 സ്കൈലൈറ്റ് റിയാലിറ്റി നോർത്ത് ഇന്ത്യ IT പാർക്ക് ഇയാളുടെ ഒരു സംരംഭത്തിന്റെ പേരാണ്. രണ്ടാമത് സ്കൈലൈറ്റ് ഹോസ്പിറ്റാലിറ്റി, 3 റിയൽ എർത്ത് എസ്റ്റേറ്റ്സ്, 4 AV ക്രാഫ്റ്റ് ചാർട്ടേഴ്സ് സ്ഥാപനമായ ബ്ലൂബീസ് ട്രേഡിംഗ് തുടങ്ങിയ സ്ഥാപനങ്ങൾ. അപ്പൊ ഇദ്ദേഹം തുടങ്ങിയ 2007 ഇദ്ദേഹത്തിന്റെ പേരുള്ള സ്ഥാപനങ്ങളുടെ പേരാണ് ഞാൻ ഈ പറഞ്ഞത്. അതുപോലെ തന്നെ ഇദ്ദേഹം 2009 DLF നിന്ന് 80 കോടി പലിശയില്ലാ വായ്പ മേടിച്ചിട്ട് 29 ഉയർന്ന മൂല്യമുള്ള വസ്തുക്കൾ കൈക്കലാക്കുന്നതിന് വേണ്ടി സാധിച്ചു. അത് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന വിലയുള്ള 29 സ്ഥലത്ത് ഈ പറയുന്ന DLF എന്ന് പറയുന്ന ഈ റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ കയ്യിൽ നിന്ന് പലിശയില്ലാ വായ്പ എന്നുള്ള രീതിയിൽ ഇയാൾ കൊടുത്തിരിക്കുക. അതൊക്കെ എന്തിനു കൊടുക്കുന്നു അല്ലെങ്കിൽ എന്തിനു വേണ്ടി കൊടുത്തു എന്നുള്ളതിനെ പറ്റി ഒന്നും വ്യക്തം. അവര് പറയുന്നത് ഇത്ര അദ്ദേഹത്തിന് പലിശ, ഇയാൾക്ക് എന്തിനാ പലിശയില്ലാ വായ്പ DLF കൊടുക്കുന്നത്? അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ അഴിമതി ഉണ്ടായിരിക്കും. അപ്പം ഒന്ന് ഈ മേടിച്ച സ്ഥലങ്ങളുടെ കണക്ക്, ഒന്ന് ന്യൂഡൽഹിയിലെ 114 സ്യൂട്ട് റൂം ഉള്ള ഹിൽട്ടൺ ഗാർഡൻ 50% ഓഹരി 31.7 കോടി രൂപയ്ക്ക് സ്വന്തമാക്കി. 2 89.4 ലക്ഷത്തിന് DLF അരാലിയ കോംപ്ലക്സിൽ 10,000 ചതുരശ്ര അടി പെന്റ് ഹൗസ് ഇദ്ദേഹം സ്വന്തമാക്കിയ രണ്ടാമത്തെ സ്ഥാപനം. 3 DLF മഗോളിയിൽ 7 അപ്പാർട്ട്മെന്റുകൾ 5.2 കോടി രൂപയ്ക്ക്. 4 DLF ക്യാപിറ്റൽ ഗ്രീൻസിൽ 5.6 കോടി, ക്യാപിറ്റൽ ഗ്രീൻസ് അപ്പാർട്ട്മെന്റ് 5.6 കോടി രൂപയ്ക്ക് സ്വന്തമാക്കി. 7 1.12 കോടി ഡൽഹിയിൽ പ്ലോട്ട്. ഇതിനു പുറമെ പല സ്ഥലങ്ങളിലായി 100 കണക്കിന് ഏക്കർ കൃഷിഭൂമി ഇദ്ദേഹം ഇന്ത്യയിലുടനീളം സ്വന്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലണ്ടനിൽ അപ്പാർട്ട്മെന്റുകൾ മേടിച്ചു കൂട്ടിയതായിട്ടും അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ആയിട്ട് കോടാനുകോടി രൂപയുടെ അപ്പാർട്ട്മെന്റുകൾ വാങ്ങിച്ചു കൂട്ടിയതായിട്ട് കണക്കുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ പേരുള്ള കേസുകൾ എന്ന് പറഞ്ഞാൽ മുമ്പേ നമ്മൾ പറഞ്ഞില്ലേ, ഹരിയാനയിലെ ഭൂമി തട്ടിപ്പ് കേസ്, അന്ന് കൂടെയായിരുന്നു അവിടുത്തെ മുഖ്യമന്ത്രി. കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഇതിനകത്ത് ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ വിജ്ഞാപനം ഇറക്കും, ഈ ഇദ്ദേഹത്തിന് താല്പര്യമുള്ള വസ്തുക്കളുടെ പേരിൽ വിജ്ഞാപനം ഇറക്കും. വിജ്ഞാപനം എന്ന് പറഞ്ഞാൽ ആ വസ്തു ഈ ഗവൺമെന്റ് ആവശ്യത്തിന് വേണ്ടി എടുക്കാൻ പോവുകയാണ്, ആ വസ്തു ഗവൺമെന്റ് ഈ കൃഷിക്കാർ തിരിച്ചു കൊടുത്തിരിക്കണം എന്ന് പറഞ്ഞ് കൊടുക്കുകയും ആ സമയത്ത് ഈ ഇദ്ദേഹത്തിന്റെ ആൾക്കാർ എന്ന വസ്തുവിന് ഗവൺമെന്റിന്റെ വിലയെക്കാട്ടി കൂടുതൽ വില പറയും. വസ്തുവെല്ലാം ഇവരുടെ കയ്യിലായി കഴിയുമ്പോൾ ഈ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ വിജ്ഞാപനം തിരിച്ച് പിടിക്കും. ഗവൺമെന്റ് ഇറക്കിയ വിജ്ഞാപനം തിരിച്ചു, ഗവൺമെന്റ് ഉപയോഗിച്ചുള്ള തട്ടിപ്പാണ്. ഗവൺമെന്റ് ഇറക്കിയ വിജ്ഞാപനം പിൻവലിച്ചു എന്ന് പറയും. അപ്പം ഈ പറയുന്ന വസ്തുക്കളെല്ലാം ബ്രോക്കറുടെ കയ്യിലാണ്. ഈ ബ്രോക്കർ എന്ന് പറയുന്നത് ഈ പറയുന്ന
വാദ്രയുടെ ആൾക്കാരായിരിക്കും. അപ്പൊ വാദ്ര ഈ ഭൂമി മേടിക്കും. അത് DLF എന്ന് പറയുന്ന കെയർ ഓഫ് മേടിച്ചിട്ട് വലിയ വിലയ്ക്ക് മറിച്ചു വിൽക്കും. അപ്പൊ അങ്ങനത്തെ ഒരു കേസ്. അതിനകത്ത് 12 കോടി രൂപയ്ക്ക് മേടിച്ച വസ്തു 58 ചുരുങ്ങിയ സമയം കൊണ്ട് 58 കോടി രൂപയ്ക്ക് കൊടുത്തതായിട്ടുള്ള കേസാണ് അന്ന് ED കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തത്. അപ്പൊ അത് വസ്തു കിട്ടും. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ പേരിലുള്ള രണ്ടാമത്തെ ബീക്കാനീരിയൽ പാവപ്പെട്ടവരുടെ ഗ്രാമീണരുടെ ഭൂമി തട്ടിയ കേസ്, ED കേസ് ഉണ്ട് അതിനകത്ത്. കള്ളപ്പണം ED കേസ്, കള്ളപ്പണം വെളുപ്പിച്ചതായിട്ടുള്ള കേസ്. രാജസ്ഥാനിൽ ഭൂമി തട്ടിപ്പ് കേസ് 69.55 ഹെക്ടർ ഭൂമി തട്ടിച്ച കേസാണ് രാജസ്ഥാനിലുള്ളത്. ഒന്നും കോൺഗ്രസ് ആണ് അവിടെ ഭരിക്കുന്നത്. അതുപോലെ UP കാലഘട്ടത്തിൽ പെട്രോളിയം ഇടപാടിൽ അഴിമതി ED കേസുണ്ട് 2009. അപ്പം ഇങ്ങനെ കയ്യിൽ എണ്ണാൻ പറ്റാത്ത രീതിയിലൊക്കെയുള്ള കേസ് കെട്ടുകൾ ഇദ്ദേഹത്തിന്റെ പേരിൽ ED അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ CBI അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കേസുകളൊക്കെ എന്ന് പറഞ്ഞാൽ, CBI അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിനകത്തെല്ലാം ജാമ്യം എടുത്ത് വെളിയിൽ നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. ഈ കേസുകെട്ടുകളൊക്കെ ഉണ്ടായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 97 ഇദ്ദേഹം കല്യാണം കഴിച്ചതിന് ശേഷം 2013 വരെയുള്ള കാലയളവിൽ കേന്ദ്ര ഗവൺമെന്റിനെയും ആ കേന്ദ്ര ഗവൺമെന്റിന്റെ സ്വാധീനം, ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവായതുകൊണ്ട് മരുമകനായതുകൊണ്ട് സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെ ഒക്കെ സഹായത്തോടു കൂടി ഭരിച്ചിരിക്കുന്ന ഗവൺമെന്റ് കോൺഗ്രസിന്റെ ഗവൺമെന്റുകളായിരിക്കുമ്പോൾ ആ ഗവൺമെന്റിന്റെ കീഴിലുള്ള മർമ്മപ്രധാനമായിട്ടുള്ള വസ്തുക്കൾ വിജ്ഞാപനം ഇറക്കി തട്ടിയെടുത്ത്, അത് ആദിവാസികളുടെ ആയാലും പാവം പിടിച്ച കൃഷിക്കാരുടെ ഒക്കെ ആയാലും തട്ടിയെടുത്ത് പോകുന്ന കേസുകളാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ളത്. ആ എല്ലാ രീതിയിലും പെട്രോളിയം വകുപ്പിനകത്തും മറ്റു വകുപ്പുകൾക്കകത്തും എല്ലാ രീതിയിലും തട്ടിപ്പ് നടത്താൻ പറ്റുന്ന മേഖലയിലെല്ലാം നിന്നുകൊടുത്ത് തട്ടിപ്പ് നടത്തി കോടാനുകോടി രൂപ ഉണ്ടാക്കി കള്ളപ്പണം വെളുപ്പിച്ച കേസുകളാണ് അന്വേഷിക്കുന്നത്. അത് കയ്യിൽ ഇപ്പൊ പറയാം 4, 5, 6 കേസിന്റെ കാര്യങ്ങൾ മാത്രമാണ്. വളരെ വലിപ്പത്തിൽ കേസുകളുണ്ട്. ഒരു പക്ഷേ ഈ പറയുന്ന സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും കഴിഞ്ഞ ദിവസം കുറ്റപത്രം കൊടുത്ത കേസ് വളരെ വ്യക്തമായിട്ട് തെളിവുകളുള്ളതാണ്. അവർ ശിക്ഷിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാവും. അതുപോലെ തന്നെ ഈ മരുമകന്റെ പേരിൽ ഉള്ള കേസുകളും വളരെ വ്യക്തമായിട്ട് തെളിവുകളുള്ള കേസുകളാണ്. ഈ കോൺഗ്രസ് മാറിയിട്ട് BJP വരുന്ന ഒരവസ്ഥ ഉണ്ടാകും എന്നിവർ ധരിച്ചിരുന്നുണ്ടായിരുന്നില്ല. നമ്മൾ ഏറ്റവും പറയുന്ന വഖഫ് ഭൂമി ഇടപാടിനകത്ത് ഏറ്റവും വലിയ ഭൂമി തട്ടിപ്പ് നടക്കുന്നത്. ഈ പറയുന്ന ഇവനെ പരിശോധിക്കുമ്പോൾ, ഈ വാദ്ര എന്ന് പറഞ്ഞ ആളിനെ പരിശോധിക്കുമ്പോൾ ഈ കോൺഗ്രസ് വീണ്ടും ഭരിച്ചായിരുന്നെങ്കിൽ ഇതുപോലെ ഇന്ത്യ മഹാരാജ്യത്തുള്ള ഭൂമി മൊത്തവും തട്ടിയെടുത്ത് സ്വന്തം പേരിലാക്കി മറിച്ച് വിറ്റ് കോടാനുകോടി രൂപ ഉണ്ടാക്കുന്ന പ്രക്രിയ തുടർന്നു കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ ഏറ്റവും വലിയ ഒരു അഴിമതി കുടുംബം, ഒരു ഫ്രോഡ് കുടുംബം, ഈ കുടുംബമാണ് ഈ രീതിയിൽ അഴിമതിക്കെതിരെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇവർക്കെതിരെ അഴിമതി ആരോപണം വരുമ്പോൾ ഇവർക്കെതിരെ ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അല്ലെങ്കിൽ EDയിൽ നിന്നോ CBIയിൽ നിന്നോ മറ്റു ഭാഗത്തു നിന്നോ അന്വേഷണം വരുമ്പോൾ അതിനെതിരെ ആ കോൺഗ്രസിനെ കൊണ്ട് സമരം ചെയ്യിക്കുക, അതിനെതിരെ പ്രതിഷേധം ഉണ്ടാക്കുക, അത് ഞങ്ങളോടുള്ള പകപോക്കൽ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്, BJPയുടെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുക. ഇത്തരത്തിൽ തടി തപ്പി പോകുന്ന ഒരു ഫ്രോഡ് കുടുംബം ആയിട്ടേ നമ്മൾക്ക് ഇവരെ കാണാൻ സാധിക്കത്തുള്ളൂ. ഏതായാലും ആ ഫ്രോഡ് കുടുംബത്തിന് പറ്റിയ ഒരു ഫ്രോഡ് മരുമോനാണ് ഈ റോബർട്ട് വാദ്ര. സ്വന്തം സഹോദരനെയും അച്ഛനെയും വരെ കൊന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ആ കൊലപാതകം ദുരൂഹമാകുന്നു. ആ കൊലപാതകം സ്വാധീനം ഉപയോഗിച്ച് തേച്ചുമാറ്റി കളഞ്ഞിരിക്കുന്നു. ഇപ്പൊ അമ്മ മാത്രമേ ഉണ്ട് കൂടെ. അമ്മ ഇയാളുടെ സൈലന്റ് പാർട്ണറാണ്. അതുകൊണ്ട് ഒരുപക്ഷെ കൊല്ലത്തില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും പ്രശാന്ത് സാറ് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ റോബർട്ട് വാദ്ര ഒരു ക്രിമിനൽ ആണ് എന്നൊക്കെ കേൾക്കുന്ന ആർക്കെങ്കിലും തോന്നും. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു അഭിപ്രായമൊന്നുമില്ല. കാരണം ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ്സുകാരെ കേട്ടാൽ അതുകൊണ്ട് അവർക്ക് കേസ് കൊടുക്കാനുള്ള ഒരു വകുപ്പായിട്ട് മാറും. അതുകൊണ്ട് നമുക്ക് ABC മലയാളത്തിന് റോബർട്ട് വാദ്ര ക്രിമിനൽ ആണ് എന്നുള്ള ഒരു അഭിപ്രായമൊന്നുമില്ല. പക്ഷെ സ്വന്തം മരുമകൻ ഒരു ക്രിമിനൽ ആണോ എന്നുള്ള കാര്യമൊക്കെ ചിന്തിക്കാനുള്ള ഒരു എക്സ്പീരിയൻസ് ഇത്രയും പ്രായമായിട്ടുള്ള ഒരു സോണിയാഗാന്ധിക്ക് ഉണ്ടെന്ന് യൂത്ത് കോൺഗ്രസ്സുകാർക്ക് അറിയാമായിരിക്കും എന്ന് നമുക്ക് വിചാരിക്കാം. എന്തായാലും റോബർട്ട് വാദ്ര കൂടി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കോൺഗ്രസിന്റെ ഭാഗമായി ഗാന്ധി കുടുംബത്തിൽ നിന്നും സോണിയാഗാന്ധിയുടെ മരുമകൻ എന്നുള്ള ലേബലിലേക്ക് കടന്നു വരുമ്പോൾ കൂടുതൽ EDക്കും മറ്റ് അന്വേഷണ ഏജൻസികൾക്കും കൂടുതൽ പണിയാകുമോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് BJPക്ക് സംശയം. വ്യക്തമാണ് പ്രശാന്ത് സാർ. താങ്ക് യു സോ മച്ച്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.